ഹായ് ഹലോ സുഹൃത്തുക്കളെ, അരുണാണേ. പിന്നെ ഇന്ന് താണ്ടെ നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, എന്നാലും ഒരു മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നല്ല ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു മൂടാട്ടോ. ആണ്ടെ ചായക്ക് പുതിയ ആൾ വന്നിട്ടുണ്ടേ ചായ കുടിക്കാൻ. കണ്ടോ? ആണോ? സ്വന്തമായിട്ട് ചായ. ഇത് എന്ത് ഇത്രയും വലിയ കപ്പോ? ആ നോക്കട്ടെ. അപ്പൊ ചായ കുടിക്കാനൊക്കെ പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഒരു ദിവസമൊക്കെ ചായ ഒഴിക്കാൻ നിന്നൂടെ, മുതലാളിമാർക്കും ചായ ഒഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ആ പരിപാടിക്ക് ഞാനില്ലെന്ന്. ഇതാണ് നമ്മുടെ ഇക്ബാൽ ഭായ്, പൊറോട്ട അടിക്കുന്ന ഭായാണ്. ഭായ് എന്താ കട്ടൻ ചായ കുടിക്കുന്നത്? ചായ വേണ്ടേ? കട്ടൻ ചായ ഭായ്. കട്ടൻ ചായയാണ് നല്ലത്. അപ്പോൾ ഇന്ന് നല്ല മഴയാണല്ലോ, കസ്റ്റമർ കുറവാണല്ലേ ഭായ്? നൂൽ പൊറോട്ട ഉള്ള സംവിധാനം പ്രായോ? അല്ല, ഒരു അരമണിക്കൂർ വേണം. അരമണിക്കൂർ. ഓക്കെ. ആ മഴയായതുകൊണ്ട് കസ്റ്റമറൊക്കെ കുറവാണെന്നാണ് ബായി പറയുന്നത്. എന്നാലും വരും. പിന്നെ അപ്പോഴേക്കും 2 ബിരിയാണിയുടെ ഓർഡർ വന്നായിരുന്നു, ദം ബിരിയാണി. അപ്പോൾ ചേച്ചി താണ്ട ബിരിയാണിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് വേറെ ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഏത്തക്കയപ്പം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. വേണ്ട, കഴിച്ചു. ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് പറ. സൂപ്പറാണോ? അപ്പോൾ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ നേരിട്ട് പോയി. കാരണം ഓട്ടോയിലാണ് സാധാരണ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാറ്. അപ്പോൾ ഇന്ന് ചെറിയ കുറച്ച് സാധനങ്ങളല്ലോ, അപ്പോൾ ഞാൻ സ്കൂട്ടറിൽ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത് അഞ്ചൽ മെയിൻ ജംഗ്ഷൻ, മേളിലെ ജംഗ്ഷനിലുള്ള ഒരു കടയാണ്. ബൂസ്റ്റ്, പഞ്ചസാര എത്ര? പഞ്ചസാര 3. 2 പാത്രം തേക്കണത്. ഓക്കെ. 15 ബൂസ്റ്റ്. ഓക്കെ. 24 ബ്രൂ. പിന്നെ 2 എക്സോ, 3 എക്സോ. അപ്പോൾ 1 2 അല്ലമാൻ സ്റ്റോഴ്സ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പലചരക്ക് സാധനങ്ങൾ, മൈദ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുന്നത്. ഈ മൈദയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ഇച്ചിരി ക്വാളിറ്റിയുള്ള മൈദയാണ്. അപ്പോൾ മെയിൻ ജംഗ്ഷനാണിത്. അപ്പോൾ വെളിയിൽ മഴയാണെങ്കിലും ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കായം ചെറുതാണ്. 1 2 3 4 5 6 7 8 ഐറ്റം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം വീണ്ടും വേറൊരു കടയിൽ കയറിയായിരുന്നു ഈ ക്രഷൊക്കെ വാങ്ങിക്കാനായിട്ട്. പൈനാപ്പിളിൻ്റെയോ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ നിന്ന് ആംഗോ എന്നാണ് കടയുടെ പേര്. ഞങ്ങൾ അവിടെ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നേരെ കടയിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.